അച്ചു വളരെ സന്തോഷം, രണ്ടുപേരെ കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ഹലോ ഹലോന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എന്റെ തോളത്ത് തട്ടിയല്ല. അവിടെ ഒരു മൈക്ക് കൊടുത്തോ പുള്ളി ടെസ്റ്റ് ചെയ്തിട്ട്. അല്ല, ആരാന്ന് മനസ്സിലായില്ല. എന്നെ ഇതുവരെ മനസ്സിലായില്ലേ? ഇതിനെന്നെ അറിയത്തില്ല. ഇല്ല, മനസ്സിലായില്ല. അച്ഛനും എന്നെ മനസ്സിലായില്ല. നോട്ട് ദ പോയിന്റ്. ഇതാണ് ഈ സെലിബ്രിറ്റീസിന്റെ കുഴപ്പം. നമുക്ക് ഇവരെ എത്ര പരിചയം ഉണ്ടെങ്കിലും ശരി, അവരുടെ കൺമുമ്പിൽ ചെന്ന് നമ്മൾ ചോദിക്കുക എന്നെ അറിയാവോന്ന് ചോദിച്ചാൽ അവർ അറിയത്തില്ലെന്ന് പറയും. എന്റെ മിഥുനെ, നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് സാറല്ലേ, ദാസേട്ടനോട് എന്റെ കാര്യം ഒന്ന് എന്നെ അറിയാവോന്ന് മിഥുൻ ചോദിച്ചു നോക്കണം. ചോദിച്ചാൽ അപ്പൊ പറയും എന്നെ അറിയാൻ പാടില്ല. അത് എന്നെ അറിയത്തില്ല പുള്ളി, അതാ മനസ്സിലായി. പക്ഷെ എം ജി ശ്രീകുമാർ സാർ അങ്ങനെയല്ല, ചോദിക്കേണ്ട താമസം അറിയത്തില്ലെന്ന് പറയും. അത്ര സ്പീഡാവും. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ ഏറമാൻ സാറല്ലേ, ആ സാറിനോട് ചോദിക്കണം എന്നെ അറിയാവോന്ന് നേരിട്ട് ഒന്ന് ചോദിക്കണം. പുള്ളി അറിയാൻ മേലൊന്നും പറയത്തില്ല, തെരിയാതെന്ന് പറയും. അല്ലാതെ മനസാക്ഷി ഇല്ലാത്തവല്ല അറിയാൻ മേലൊന്നും പറയും. ചേട്ടാ ഒരു കാര്യമുണ്ട്, നല്ലൊരു പരിപാടി, അതിന്റെ ആദ്യത്തെ ഒരു പരിപാടി, നല്ല പരിപാടി. അതുകൊണ്ടാണ് ഞാൻ കള്ളു കുടിച്ചിട്ട് വന്ന് അലമ്പുണ്ടാക്കരുത് പ്ലീസ്. ദയവേത് സഹകരിക്കണം. കള്ളു കുടിച്ച് അലമ്പുണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഇവിടെ, മനസ്സിലായോ? നോട്ട് ദ പോയിന്റ്. ഈ 365 ദിവസം എന്റെ വീട്ടിലിരുന്ന് ഇവരെ സഹിക്കുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഈ 5 മിനിറ്റ് എന്നെ ഒന്ന് സഹിക്കുന്ന നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് എനിക്ക് അറിയാൻ മേലോട്ട് ചോദിക്കാം. അതിന് അങ്ങനെ സംസാരിക്കുന്നത് അല്ല, അങ്ങനെ സംസാരിക്കല്ലേ. ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ ഇവിടെ എന്താണ് പരിപാടി നടക്കുന്നത്? സത്യത്തിൽ എന്താ പരിപാടി ചേട്ടാ? ഇത് ഒരു കൂട്ടം ചിരി എഴുത്തുകാരുണ്ട്, റൈറ്റൽ എന്ന് പറയുന്ന സംഘടന. അവരുടെ ഒരു അവാർഡ് നിശ്ചയാണ് നടക്കുന്നത്. കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവരൊക്കെ കൂടെ വന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ സത്യം പറഞ്ഞ കോമഡിക്കാരൻ നമ്മൾ ടിവിയിൽ കാണാറുണ്ട്, ഇല്ല ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോ നമ്മൾ അവരെ കാണാറുണ്ട്. പക്ഷെ ഇത് എഴുതുന്ന ആൾക്കാർ, അതായത് ഈ പിന്നണി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കാണുന്ന ഒരു സുഖമാണ്. കയറി വന്നു മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നണി പ്രവർത്തിക്കുന്ന ഒരാളെ അയാളുടെ ബുദ്ധിമുട്ടും അയാളുടെ വില എന്താണെന്നും ഇതിന് അറിയാൻ മേലല്ല. കറക്റ്റാണ്. പിന്നണിക്കാരുടെ ബുദ്ധിമുട്ട് അറിയാവുന്ന ആളാണല്ലേ ചേട്ടൻ? അതെങ്ങനെ ചേട്ടന് പിന്നണിക്കാരുടെ ബുദ്ധിമുട്ട് അറിയാവുന്നത്? എങ്ങനെയാന്ന് വെച്ചാൽ, സപ്പോസ് നമ്മളിപ്പോ ഒരു കല്യാണ വീടിന്റെ തലേ ദിവസം നമ്മൾ ചെല്ലാന്ന് വരിക, അവിടെ പാചകം നടക്കുന്നു, ഇവിടെ കറിക്ക് ചെയ്യുന്നു, അപ്പുറത്ത് ചീട്ടുകളി നടക്കുന്നു, ഇവിടെ എല്ലാം ഭയങ്കര തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇത്ര എനർജി പകരണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തി ഉണ്ടാവും. ആരാണ് അത് ഞാൻ പറഞ്ഞുതരാം. ഈ മഹത് വ്യക്തി ചെയ്യുന്നത് എന്താണെന്നറിയാം? നേരെ പൊരുവെയിലത്ത് പോയി നിന്നുകൊണ്ട് ബീവറേജ് സ്റ്റോറിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് പൊട്ടാതെ കൊണ്ടുവന്നിട്ട് നേരെ എല്ലാവർക്കും കൃത്യമായിട്ട് വിളമ്പി കൊടുക്കുന്ന ആ മഹത് വ്യക്തിയെ പിറ്റേ ദിവസം കല്യാണത്തിന്റെ ഒരു ഫോട്ടോ പോലും കാണത്തില്ല. ചേട്ടാ എന്താ പറയണ? ഇത് അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ പണ്ടത്തെ കാര്യമാണ്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഇവന്റ്സിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ഇവന്റ്സ് അല്ല, എവന്റ്സ് ആണേലും ശരി, അവന് എനർജി കൊടുക്കാൻ ഒരു മഹത് വ്യക്തി ഉണ്ടാവണം. അത് സംസാരിക്കില്ലേ? ചേട്ടാ പ്ലീസ് ഒന്ന് പോയി തരാം, ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാതെ ഒന്ന് പോയി. അല്ല അങ്ങനെ പറഞ്ഞു കേട്ടോ, ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുടെ പരിപാടിക്ക് വന്നിട്ട് മിഥുൻ പറയാ, ആ മിഥുന് പുച്ഛം ചിരിന്ന് കേൾക്കുമ്പോൾ എന്റെ മിഥുൻ അങ്ങനെ സംസാരിക്കില്ല. മഹാസംഭവം. ഉപദ്രവിക്കരുത് പ്ലീസ്, ഒന്ന് പോയി തരുമോ? ഞാൻ എന്നെ ഉപദ്രവിക്കാൻ വന്ന അല്ല, അങ്ങനെ സംസാരിക്കാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും പേർക്ക് ഇവിടെ ഈ പല കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും നിങ്ങൾ അവാർഡ് കൊടുത്തു. ഒരു റിക്വസ്റ്റ് ഉണ്ട്, അതൊന്നും അംഗീകരിക്കുന്നോണ്ട് കുഴപ്പമില്ല. കേക്കട്ടെ, ഇതിനൊന്ന് പറഞ്ഞാൽ മതി. നടക്കട്ടെ, നല്ലൊരു കാര്യല്ലേ. അതായത് ഈ കേരളത്തിലെ ഏറ്റവും നല്ല കുടിയന് ഒരു അവാർഡ് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും നല്ല കുടിയനാണെന്ന് കണ്ടുപിടിക്കുന്നത്? അത് ഇതിന് ഉദ്ദേശിക്കുന്ന കണക്ക് ഒരുമാതിരി മാട്ട സ്റ്റൈല് കുടിയന്മാരൊന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ ഈ കുടിക്കാൻ വേണ്ടിട്ട്, കള്ളു കുടിക്കാൻ വേണ്ടിട്ട് പെണ്ണുമ്പിള്ളയുടെ താലി പറിച്ചെടുക്കുന്ന കുടിയൻ, അതുപോലെ മദ്യപിച്ച് കഴിയുമ്പോ പബ്ലിക്കിനെ കയറി അനാവശ്യം പറയുന്ന പബ്ലിക് ന്യൂസൻസ് ചെയ്യുന്ന കുടിയൻ, വീട്ടിൽ അനാവശ്യം പറയുന്ന കുടിയൻ, അങ്ങനത്തെ ഒരു കുടിയൻ്റെ അല്ലേ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി 6 ദിവസവും പണിയെടുത്തിട്ട് 7ാമത്തെ ദിവസം പൈസയ്ക്ക് മാത്രം കുടിക്കുന്ന ഒരു കുടിയൻ.